ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ആഴ്ച ഇറക്കിയ വീഡിയോയിൽ റെയിൽവേയുടെ NTPC വേക്കൻസി ഗ്രാജുവേറ്റ് ലെവലിനെ പറ്റി പറഞ്ഞിരുന്നു. അണ്ടർ ഗ്രാജുവേറ്റ്സിനുള്ള വേക്കൻസിയും ഓൺലൈനും അപ്ലൈ ചെയ്യുന്നുള്ള സമയമായിരിക്കണം. കുറച്ചു പേരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ചിലർക്കൊക്കെ ചില സംശയങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോയുമായി വരുന്നത്. ഒന്ന്, റെയിൽവേയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പൊതുവെ പറഞ്ഞാൽ ഗ്രാജുവേഷനിലും നോൺ ഗ്രാജുവേറ്റ്സിനും റെയിൽവേയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നാം ആദ്യം സോൺ തിരഞ്ഞെടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ആൾക്കാരുടെ ഒരു സംശയം ഏത് സോണാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് തീർത്തും നമ്മൾക്കൊരു ഗൈഡ് ലൈൻസ് തരാൻ പറ്റുന്ന ഒരു മേഖലയല്ല. സത്യത്തിൽ ഇതൊരു പേഴ്സണൽ ചോയ്സാണ്. അതിനോടൊപ്പം ഏതൊക്കെ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ പോസ്റ്റിന്റെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് ജോബാണ്, രണ്ടാമത്തത് ഓപ്പറേഷണൽ സൈഡാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് ജോബ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ്, സീനിയർ ക്ലർക്ക്, ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റ്. ഇവർ സാധാരണ നമ്മുടെ റെയിൽവേയിൽ ടിക്കറ്റ് എക്സാം ചെയ്യുന്നവർ, കൗണ്ടറിലിരിക്കുന്നവർ, ക്ലറിക്കൽ ജോലി ചെയ്യുന്നവരൊക്കെയാണ്. രണ്ടാമത്തെ ഓപ്പറേഷണൽ പോസ്റ്റാണ്. ഓപ്പറേഷണൽ പോസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ട്രെയിൻ മാനേജറുമാണ്. നമ്മൾക്ക് ഏത് പോസ്റ്റിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഷാർപ്പായിട്ട് ജോലി ചെയ്യേണ്ടതും ചെയ്യുന്ന ഡ്യൂട്ടി ടൈമിൽ വളരെ പങ്ക്ച്വലായിട്ട് നമ്മൾ അവിടെ ഇരിക്കേണ്ടത് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ പോസ്റ്റ് ആയിരിക്കും, ഒരു സംശയവും വേണ്ട. അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടി റിലാക്സേഷൻ ഉണ്ടാവും. ഓപ്പറേഷണൽ പോസ്റ്റിന് ഷിഫ്റ്റ് ഡ്യൂട്ടിയും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിപ്പോൾ നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്. ഇതിനകത്ത് ഒരു പോസ്റ്റിനെ പറ്റി അല്പം നമ്മൾക്ക് മനസ്സിലാകാതെ ഇരിക്കുന്ന ഒരു പോസ്റ്റ് ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റാണ്. സത്യത്തിൽ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ ഇൻസെന്റീവും സാമ്പത്തികവും ലഭിക്കുവാൻ സാധ്യതയുള്ള പോസ്റ്റ് ഈ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ട് ട്രെയിനിന്റെ ഗാർഡ് എന്നൊക്കെ പറയുന്ന ജോലി ഉൾപ്പെടുന്നവരാണിത്. ഒരു ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫുൾ കൺട്രോൾ ഇവരുടെ കയ്യിലായിരിക്കും. ഈ പോസ്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറേയേറെ സാമ്പത്തിക ലാഭങ്ങൾ കിട്ടും. സ്കെയിൽ തന്നെ ഏതാണ്ട് നല്ലൊരു ശമ്പളമാണ് കിട്ടുന്നത്. ഒരു 65,000 രൂപയെങ്കിലും പ്രതിമാസം കിട്ടാവുന്ന സ്കെയിൽ തന്നെയുണ്ട്. L5-ലാണ്. അതിനേക്കാൾ ഉപരി ഇതിന് നിങ്ങൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. എപ്പോഴും ട്രെയിനൊക്കെ കണ്ട് ലാസ്റ്റ് ബോഗിയിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഓരോ കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഉണ്ടാവും. അതിനോടൊപ്പം നിങ്ങളുടെ 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് നിങ്ങളുടെ ട്രാവലിംഗ് അലവൻസ് ഉണ്ടാവും. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ യാത്ര പലപ്പോഴും 8 മണിക്കൂർ തീരണമെന്നില്ല. തീർന്നില്ല എങ്കിൽ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന് ഓവർ ടൈം പേയ്മെന്റ് ഉണ്ടാവും. പിന്നെ ഇന്ത്യൻ റെയിൽവേ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് 16 ദിവസം നാഷണൽ ഹോളിഡേ ഉണ്ടെങ്കിലും ഹോളിഡേയിൽ വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ശമ്പളം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ശമ്പളത്തിനോട് ഏതാണ്ട് തുല്യമായ ഒരു തുക എല്ലാ മാസവും ഇൻസെന്റീവായിട്ട് കിട്ടും. പക്ഷേ വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ ചിലർക്കൊക്കെ എങ്കിലും ഇതൊരു ബോറൻ ജോലിയായിട്ട് തോന്നും. രണ്ടാമത്തെ, പെൺകുട്ടികൾക്ക് ഇത് ഇൻകൺവീനിയൻ്റ് ആയിട്ട് വിചാരിക്കും. നമ്മളുടെ ഗുഡ്സ് ട്രെയിൻ മാനേജർ, അതായത് ലാസ്റ്റ് ബോഗിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂകളൊന്നും തന്നെ ഇല്ല. അവർക്ക് സ്വസ്ഥമായിട്ട് അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരു ഡ്യൂട്ടിയിൽ 8 മണിക്കൂർ യാത്ര ചെയ്ത ഒരു പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അതിനുശേഷം 16 മണിക്കൂർ റെസ്റ്റ് കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് അടുത്ത ഡ്യൂട്ടി വരുന്നത്. കുടുംബമായിട്ട് താമസിക്കേണ്ടവർക്ക് കുടുംബത്തിന് നിങ്ങൾ ഏത് സോണിൽ പോസ്റ്റ് ആയിട്ടുണ്ടോ ആ മെയിൻ സ്റ്റേഷനിൽ നിങ്ങൾക്കൊരു ക്വാർട്ടേഴ്സ് കിട്ടാൻ വളരെ സാധ്യതയാണ്. അവിടെ താമസിച്ചുകൊണ്ട് നിങ്ങളുടെ ഓപ്പറേഷൻ ഉണ്ടാവും. പക്ഷേ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ഓഫീസ് ഉണ്ടാവില്ല. നിങ്ങളുടെ ഓഫീസ്, നിങ്ങളുടെ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് ഈ ട്രെയിനിന്റെ ലാസ്റ്റ് ബോഗിയിലായിരിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ ഇതിനകത്തുണ്ട്. നിങ്ങൾ എപ്പോഴും ട്രാവലിംഗ് ആയിരിക്കും. അപ്പോൾ ഇത് താല്പര്യപ്പെടാത്തവർക്കോ ഇത് ചെയ്യാൻ പറ്റാത്തവർക്കോ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റ് അഡ്വാൻറ്റേജ് ആവില്ല. പക്ഷെ അതർവൈസ് വേക്കൻസി വൈസ് നോക്കിയാലും ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ് വൈസ് നോക്കിയാലും ഈ പോസ്റ്റ് വളരെ അട്രാക്റ്റീവാണ്. വളരെ വിദൂര പ്രദേശങ്ങളിൽ പോയി ഏത് ജോലിയും ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഡ്വാൻറ്റേജ് ഉള്ള പോസ്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് തന്നെ നിങ്ങൾക്കറിയാം, സ്റ്റേഷൻ മാസ്റ്ററുടെ ജോലി. അപ്പോൾ അതനുസരിച്ചുള്ളതായിരിക്കും, അതൊരു ഓപ്പറേഷണൽ പോസ്റ്റായിരിക്കും. മറ്റേതാണ് അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പോൾ നമ്മൾ
ഈ സോൺ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഏതാണ്, അവിടുത്തെ വേക്കൻസി എത്രയാണെന്ന് നോക്കണം. രണ്ടാമത്തത് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആണെങ്കിൽ അവിടുത്തെ വേക്കൻസി നോക്കണം. മൂന്നാമത്തത്, ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട്, ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് താല്പര്യം എനിക്ക് കേരളത്തിൽ തന്നെ ജോലി വേണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കേരള സോൺ ട്രിവാൻഡ്രം സോൺ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വേക്കൻസി വളരെ കുറവാണ്. ഒരു പക്ഷേ ട്രിവാൻഡ്രത്ത് കേരളത്തിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെന്നൈയോ സെക്കൻഡരാബാദോ മുംബൈയോ അപ് ടു സൗത്ത് നമ്മുടെ ബാംഗ്ലൂർ അടക്കം കൺവീനിയൻ്റ് ആണ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒരു സോൺ തിരഞ്ഞെടുക്കാം. ചിലരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ജോലിയാണ് പ്രശ്നം, എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സോൺ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് തിരഞ്ഞെടുക്കേണ്ടി വരും. റെയിൽവേയുടെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് ഇന്റർ സോൺ ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫർ ഉണ്ട്. അത് ഉടനെ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. സാധാരണ ഒരു 6-7 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും സോണിൽ നിന്നും നമ്മൾക്ക് ഓപ്ഷൻ അനുസരിച്ച് ഒരു സോണൽ ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയുള്ളതുണ്ട്. അങ്ങനെ കിട്ടിയ അനേകം ഉദ്യോഗസ്ഥരെ എനിക്ക് അറിയുകയും ചെയ്യാം. രണ്ടാമത്തത് മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നിങ്ങൾക്ക് അഹമ്മദാബാദ് ജോലി കിട്ടിയെന്നിരിക്കട്ടെ, വേറൊരാൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഒരാളിന് അഹമ്മദാബാദിൽ പോകണം. ഒരേ സ്കെയിലാണെങ്കിൽ ഒരേ ഗ്രേഡ് ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ആളിനെ അഹമ്മദാബാദിലും വിടും, അഹമ്മദാബാദിലുള്ളവനെ തിരുവനന്തപുരത്ത് വിടും. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇതൊക്കെ ജോലി കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ ഇതിന് ആദ്യം നിങ്ങൾ എടുക്കേണ്ട തീരുമാനം, നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ജോലി മതിയോ, അതോ ഇന്ന പർട്ടിക്കുലർ ഏരിയയിലാണോ നിങ്ങൾക്ക് ജോലി വേണ്ടത്? അങ്ങനെ ചിന്തിച്ചിട്ടും, അതോ നിങ്ങൾക്ക് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ വേണോ, അതോ ഓപ്പറേഷൻ പോസ്റ്റിൽ വേണോ? ഇത്രയും മാത്രം നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്. അതിനകത്ത് ഞാൻ പറയുമെങ്കിൽ എനിക്ക് തോന്നുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് മാത്രം ഉദ്ദേശിക്കുന്നവർ, സൗത്ത് ഇന്ത്യയിലാണ് ജോലി ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്ന ചില സോൺ എന്ന് പറയുന്നത് ബാംഗ്ലൂർ, ചെന്നൈ, കൽക്കട്ട, അഹമ്മദാബാദ്, മുംബൈ. ഇത്രയും ഏറിയ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിന് കുറേ അഡ്വാൻറ്റേജ് ഉള്ള പോസ്റ്റുകളാണ്. ഓപ്പറേഷണൽ പോസ്റ്റ് വന്നാൽ ബാംഗ്ലൂർ, മുംബൈ, സെക്കൻഡരാബാദ്, ഭുവനേശ്വറിൽ ഓപ്പറേഷൻ വളരെയധികം പോസ്റ്റുകളുണ്ട്, അഹമ്മദാബാദിലുണ്ട്. പക്ഷെ ടോട്ടൽ പോസ്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ നോക്കിയാൽ കൽക്കട്ടയാണ്. ഈ ജോലിക്ക് വേറൊരു കാര്യം കൂടി എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ഒരു 4-5 വർഷം സർവീസ് കഴിയുമ്പോൾ, 5 വർഷത്തെ സർവീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 4 പാസ് ലഭിക്കും. 4 പാസ് എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം നിങ്ങൾക്ക് കുടുംബസമേതം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം. ഒപ്പം നിങ്ങൾക്ക് പ്രിവിലേജ് പാസ് എന്ന് പറഞ്ഞൊരു പാസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം 3-1 പേയ്മെൻറ്റ് മാത്രമേ കൊടുത്താൽ മതി. അതായത് 1000 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു 333 രൂപ മാത്രം കൊടുത്താൽ മതി. അതും ഏതാണ്ട് 4-5 പാസ്സാണോ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ചുരുക്കത്തിൽ, റെയിൽവേയിൽ ജോലി കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ വീട് അല്പം ദൂരെയാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ 3 മാസത്തിലോ 2 മാസത്തിലോ ഒരിക്കൽ നാട്ടിൽ വന്ന് ബന്ധുക്കളെ കണ്ടുപോകാനുള്ള സൗകര്യം ഇതിനകത്തുണ്ടാകും എന്ന് നിങ്ങൾ ഓർക്കുക. ട്രാവലിംഗ് നടക്കുന്നവർക്ക് ട്രാവലിംഗ് അലവൻസ് എപ്പോഴും ഉണ്ടാകും. അഡീഷണൽ ഇൻസെൻറ്റീവ് കൊണ്ടൊരു പോസ്റ്റാണ്. അതുകൊണ്ട് നിർബന്ധമായി ഈ പോസ്റ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്നുകൂടി വിശദമായി ചിന്തിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക. എക്സാമിനേഷനെ പറ്റി ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാം. ജനറൽ അവയർനെസ്സും മാത്തമാറ്റിക്സും റീസണിങ്ങും മാത്രമാണ്. ജനറൽ അവയർനെസ്സിനാണ് വെയിറ്റേജ് കൂടുതൽ. പക്ഷേ 100 മാർക്ക് വരുമ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇനിയും അടുത്ത ഒരു ഡിസംബർ 31-നകം നിങ്ങൾ ഈ മാത്തമാറ്റിക്സും റീസണിങ്ങും ടോട്ടൽ തീർക്കും. ഒപ്പം ജനറൽ അവയർനെസ്സും തീർത്തുകൊണ്ടേയിരിക്കുമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് നേടിയെടുക്കാവുന്ന പോസ്റ്റാണ്. അതിനകത്ത് ഞാൻ പറയുന്നൊരു ടൈമിംഗ്, നിങ്ങൾ പലപ്പോഴും ജോലി ഉള്ളവരായിരിക്കും. അപ്പോൾ ജോലി ഉള്ളവർക്ക് എത്ര മണിക്കൂർ പഠിക്കാം എന്ന് എന്നോട് ചോദിച്ചാൽ, ജോലി ഉള്ളവർ ചുരുങ്ങിയത് ഒരു 5 മണിക്കൂർ പഠിക്കുവാനുള്ള ശ്രമം നടത്തണം. കാരണം ഓർക്കുക, ഈ 5 മണിക്കൂർ അടുത്ത 3 മാസത്തേക്ക് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ അടുത്ത 35 വർഷത്തേക്കുള്ളൊരു ജോലി തിരഞ്ഞെടുക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്പിരിറ്റോടു കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് എത്താവുന്നതേ ഉള്ളൂ. 5 മണിക്കൂറിൽ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ വീക്ക് ഏറിയ മാത്തമാറ്റിക്സ് ആണെങ്കിൽ 2 മണിക്കൂർ മാത്തമാറ്റിക്സിന് കൊടുക്കുക. ബാക്കി 2 സബ്ജക്റ്റിനും 1.5 മണിക്കൂർ വീതം കൊടുക്കുക. എല്ലാ ദിവസവും 3 സബ്ജക്റ്റും പഠിച്ചു പോകുന്നതാവും ബുദ്ധി. കാരണം
അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒന്ന് ബോറടിക്കാൻ സാധ്യതയുണ്ട്. ഒരെണ്ണത്തിൽ പർട്ടിക്കുലർലി നിങ്ങൾ വീക്കാകും. പക്ഷേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാത്തമാറ്റിക്സും റീസണിങ്ങും ആയിരിക്കും. മാത്തമാറ്റിക്സും റീസണിങ്ങിൽ കൂടെ 60 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഏതാണ്ട് വളരെ സീരിയസ് ആയി പഠിക്കുന്നവർക്ക് ഒരു 55നും 58നും ഇടയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിൽ നിങ്ങളുടെ പ്രഷർ കുറയും. ജനറൽ അവയർനെസ്സിന്റെ പ്രഷർ കുറയ്ക്കണം എന്ന് ഞാൻ പറയുന്നത്, ജനറൽ അവയർനെസ് ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. ഇത് കെമിസ്ട്രിന്ന് ചോദിക്കാം, ബയോളജി ചോദിക്കാം, ഫിസിക്സ് ചോദിക്കാം, ഹിസ്റ്ററി ചോദിക്കാം, ആർട്സ് ചോദിക്കും, കൾച്ചർ ചോദിക്കും, സ്പോർട്സ്, ഇതൊക്കെ ചോദിക്കാം. ഇത് നമ്മളുടെ ലക്ക് അനുസരിച്ചുമുണ്ട്. സ്റ്റാറ്റിക് ഇൻഫർമേഷൻ ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ സാധാരണ നിലയിൽ നിങ്ങൾ പത്രം വായിക്കുകയും പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു 15 to 20 മാർക്സ് കിട്ടുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 15 to 20 മാർക്സ് കിട്ടാം. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടേണ്ടത് മാത്തമാറ്റിക്സിലും റീസണിങ്ങിലുമാണ്. അപ്പോൾ തുടങ്ങിയിട്ടില്ലാത്തവർ തുടങ്ങിക്കൊള്ളുക. ഒരു ശബ്ദം മാത്രം എടുക്കുക. ഡിസംബർ 31 മുമ്പ് ജനറൽ അവയർനെസ്സിൻ്റെയും റീസണിങ്ങിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും തറവായുള്ള ഒരു റിവിഷൻ കഴിയുമെന്ന് തീരുമാനിക്കണം. ജനുവരി 1 മുതൽ നമുക്ക് ടെസ്റ്റ് എഴുതുന്ന ശ്രമത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഒരു 3 മാസം പഠിച്ചാൽ, ഞാൻ 3 മാസം മാത്രമേ കൂട്ടിയുള്ളൂ, കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഹോളിഡേയ്സും മറ്റ് പ്രോഗ്രാംസും ഒക്കെ വരും. അപ്പോൾ ടോട്ടൽ ഒരു 90 ഡേയ്സിൻ്റെ ടൈം ടേബിൾ തയ്യാറാക്കുക. 90 ഡേയ്സ് കൊണ്ട് എല്ലാ ദിവസവും ഈ 3 സബ്ജക്റ്റ് 5 മണിക്കൂറെങ്കിലും പഠിച്ച് മുന്നോട്ട് നീക്കാനുള്ള ശ്രമം നടത്തുക. ആശംസകളോടെ. താങ്ക് യു.